അല്ല, വേണുവിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കടക്കാം. ജീവിതത്തിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വേണുവിനുണ്ടായതുപോലെ പ്രതിസന്ധികളുണ്ടായാലും, പക്ഷേ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ജീവിതത്തിലുണ്ടായത് ഏതാണെന്നാണ് വേണുവിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്? പ്രതിസന്ധി എന്നതിനേക്കാൾ കവിഞ്ഞ് ഒരു പ്രധാന പ്രശ്നം വരുന്നത് ഈ ചോദ്യം ചെയ്യലിൻ്റെ മേഖലയിലാണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അധികം നേരിട്ട് എൻ്റെ ആദ്യത്തെ അനുഭവം തന്നെ, എൻ്റെ ആദ്യത്തെ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് 70-ലായിരുന്നു. ഞാൻ ശരിക്കും ഇതിൽ സജീവമാവുന്നതിന് മുമ്പ്. എന്നാൽ ഞാൻ കൽക്കട്ടയിൽ പോയി ചാരുവിന്ദറെ കണ്ടൊക്കെ വന്നിരുന്ന സമയത്താണ് തിരുവനന്തപുരത്തെ കുറേ ആക്ഷൻസ് നടക്കുന്നത്. ഞാനന്ന് ഇൻക്ലാബ് എന്നൊരു പത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസിന് തന്നെ അറിയാം, ജയറാം പടിക്കൽ എന്നെ നേരത്തെ വിളിച്ച് ചോദ്യം ചെയ്തൊക്കെ വിട്ടിട്ടുള്ളതാണ്, എനിക്ക് കണക്ഷനില്ലാതെ. പക്ഷേ ഞാൻ ഈ ചാരുവിന്ദറെ പോയി കാണാൻ പോയതൊക്കെ തന്നെ വളരെ രഹസ്യമായി വെച്ചിരുന്നൊരു കാര്യമായിരുന്നു. വേറെ ആളില്ലാത്തതുകൊണ്ട് പോണ്ടി വന്നാണ് ഞാൻ ശരിക്കും. ഞാനന്ന് സജീവ പ്രവർത്തനമൊന്നും ആയിട്ടില്ല. പക്ഷേ അതവർക്ക് അവസാനം പിടികിട്ടി ഞാനങ്ങനെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്യണം. എന്നെ ചിലപ്പോൾ വിട്ടേക്കും എന്നുള്ള ചില തന്നിരുന്നത്, കാരണം എനിക്ക് വേറെ അതിലൊന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ ആകെ. അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ചാരുവിന്ദറെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടുണ്ട്, ചില ആളുകൾ വഴിയാണ് കണ്ണിങ്ങനാണ്. ഞാനത് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതായിരിക്കും. കാരണം അന്ന് വിപ്ലവത്തിൻ്റെ ഏറ്റവും തലതൊട്ടപ്പനായിരിക്കും മജുംദാരെ അറസ്റ്റ് ചെയ്യാൻ ഉടനെ അത് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഞാൻ കൊടുക്കുന്ന സൂചനകളുണ്ടല്ലോ, അതിൽ നിന്ന് അവർ ചെയിൻ ഉപയോഗിച്ച് പോയി. അങ്ങനെ വന്ന് ഞാനതിൻ്റെ ഉത്തരവാദി. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള തോന്നലുണ്ടായി. എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ശരിക്കും. ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് വരുന്ന ഞാൻ മുഖാന്തരം ഉണ്ടാകുന്ന ദോഷം അത്ര വലുതായിരിക്കും എന്നുള്ള വല്ലാത്ത ടെൻഷനായിരുന്നു അത്. അത്രയും ടെൻഷൻ അനുഭവിച്ച ഘട്ടങ്ങൾ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സാധാരണ കർഷക തൊഴിലാളി സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നൊരു തീരുമാനം എടുത്തതും ഇതൊരു മാതൃക ആക്കണം സമൂഹത്തിനെന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു. മാതൃക ആക്കുക എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ഞാൻ എടുത്തിരുന്നൊരു തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി ആവണം, ജാതി താഴെ വ്യത്യാസം ഉണ്ടാവണം. ഞാൻ നായർ ഫാമിലികളാണ്, താഴ്ന്ന ജാതി. ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ശരിക്കും ഒരു പട്ടികജാതി സ്ത്രീ തന്നെ വേണമെന്ന് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ വന്നുപെട്ടത് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടത്. പക്ഷേ തൊഴിലാളിയായിരുന്നു, ശരിക്കും കൃത്യമായും തൊഴിലാളി കുടുംബം എന്ന രീതി. അത് ഒരു തീരുമാനം തന്നെയായിരുന്നു. അങ്ങനെ മാതൃക എന്നൊന്നും ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മൊത്തം വീക്ഷണത്തിൻ്റെ ഭാഗമായി ഇതാണ് നല്ലത് എന്ന് ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അത് പൊതുവെ നന്നായിരുന്നു എന്നുള്ള രീതി തന്നെ ഞാനിപ്പം കാണുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഈ പ്രയാസങ്ങളുടെയൊക്കെ കൂടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. സമൂഹത്തിലെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തന്നെ വിമർശനം ഉണ്ടായാലും ഒരു അർത്ഥപൂർണമായ ജീവിതം നയിച്ചു എന്നുള്ള തൃപ്തി വേണുവിനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഭൗതിക ജീവിതത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ആകുലപ്പെട്ടിട്ടില്ല. എപ്പോഴും ഇല്ല, ഒന്നുമില്ല, എല്ലാം. അപ്പോൾ ആ വക ഇതുകൾ എനിക്ക് ആയിരിച്ചിട്ടില്ല. മാനസിക ജീവിതത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊട്ടും തന്നെ ഖേദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഓരോ ഘട്ടത്തിൽ ഞാൻ എന്നോട് സത്യസന്ധത പുലർത്തിയിരുന്നില്ലെങ്കിൽ എനിക്ക് ഖേദിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ ഒരു ഘട്ടത്തിലോ ചെയ്തിട്ടില്ല. വേണു ഇപ്പോൾ ജീവിതത്തിൻ്റെ മധ്യാഹ്നം കടന്നിട്ട് ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഘട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് വേണുവിന് മനസ്സിൽ തോന്നുന്നുണ്ടോ? പലപ്പോഴും എൻ്റെ പല സഹാക്കൾ, ഇപ്പം എൻ്റെ പല കാര്യങ്ങളും എന്നോട് യോജിക്കുന്ന ആളുകൾ, മറ്റ് ചില നിരീക്ഷകരായി നിൽക്കുന്നവർ പലരും പറയാറുണ്ട് ഞാൻ കൂടുതൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്ന് എന്നോട് പറയാറുണ്ട്. പ്രത്യേകിച്ചും ആശയപരമായ കാര്യങ്ങളുടെ പുതിയ ആശയങ്ങൾ, പുതിയ പുസ്തകങ്ങൾ എഴുതണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടൽ നടത്തണം. പിന്നെ ഇവിടുത്തെ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന പല പോരായ്മകളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലതരത്തിലുള്ള അനീതികളും ഇതുകളും തുടരുകയാണല്ലോ. ചിലരൊക്കെ എന്നോട് പറയുന്നത് നിങ്ങളുടെയൊക്കെ പഴയ പരിപാടിക്ക് ഇപ്പോഴും ആവശ്യമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ചിലർ പറയുന്നത്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാൻ എൻ്റെ വീക്ഷണതയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചരിത്രത്തെ, മനുഷ്യ സമൂഹത്തെ നോക്കി കാണുന്നത് അത് അതിൻ്റേതായ നിയമങ്ങൾക്കനുസരിച്ച് വികസിക്കുന്നു എന്ന രീതി തന്നെയാണ്. ചരിത്രം പിന്നോട്ടല്ല പോകണം, മുന്നോട്ട് തന്നെ പോകുന്നു. അതിൽ വ്യക്തികൾക്ക് വലിയ റോള് ഇല്ല എന്നുള്ളൊരു സമീപനം എനിക്കുള്ള ഒട്ടും ഇല്ലെന്നല്ല ഞാൻ പറയണത്. അതങ്ങനെ അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് അത്ര വലിയ റോളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലാണ് ഞാനപ്പോൾ. എനിക്ക് എന്തൊക്കെയോ ഒരു റോളുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം എനിക്കില്ല. സമൂഹത്തിലെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ നമ്മുടെ ഇവിടെ വളരെ നീരാളിപ്പിടുത്തം പോലെ വന്നിട്ടുള്ള ബ്യൂറോക്രസിയുടെ ഭീകരത, അതുപോലെ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള അപജയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ അതിനെയൊക്കെ മറികടക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നാറുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെടെ ചേർന്ന് ചെറിയ ചർച്ച നടത്താറുണ്ട്. ഞാൻ എത്തിച്ചേർന്ന നിഗമനം ചെയ്യേണ്ടതാണ്, പക്ഷേ ഇന്നത്തെ നിലയിൽ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തൊരു പുതിയ ഇതുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതിന് ഞാൻ തയ്യാറല്ല, പല അനുഭവങ്ങൾ കൊണ്ട്. അതേസമയം തന്നെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ പുതിയ ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒരു സമൂഹത്തിൽ. കേരളീയ സമൂഹത്തിൽ എളുപ്പമൊന്നുമില്ല അത്, കാരണം വളരെ ഒരു പ്രത്യേക രീതി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹമാണത്, അതുകൊണ്ട് എളുപ്പമല്ല. എന്നാൽ പോലും അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടായില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വലിയ ചലനം സമൂഹത്തിൽ പൊതുവിൽ വസ്തുനിഷ്ഠമായ രൂപം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാനതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും.
അതിലൊരു ഒരു നല്ല പങ്ക് വഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാൻ തയ്യാറാവും. അല്ല, അവസാനമായൊരു ചോദ്യം. കേരളത്തിൽ ഒരു സായുധ വിപ്ലവ സിദ്ധാന്തത്തിന് വേരോട്ടം ഉണ്ടാകാതിരിക്കാൻ കാരണം കേരളത്തിൻ്റെ ആധ്യാത്മിക അടിത്തറയാണെന്ന് വേണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആധ്യാത്മികതയല്ല, ജനാധിപത്യവൽക്കരണമാണെന്നാണ് എൻ്റെ. അതായത് ജനാധിപത്യവൽകൃതമായ ഒരു സമൂഹത്തിലും വിപ്ലവം ഉണ്ടായിട്ടില്ല, ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുമില്ല, ഇനി അത് ഉണ്ടാവുകയില്ല. അപ്പോൾ കേരളവും ഇന്ത്യയും പൊതുവിൽ ഇപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട അപൂർവം മൂന്നാം ലോക രാജ്യങ്ങളിലൊന്നാണല്ലോ. അതിൽ തന്നെ കേരളത്തിൽ ജനാധിപത്യവൽക്കരണത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വരെ അതിൻ്റെ ഒരു നല്ല പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അവകാശബോധം ഉണ്ടാക്കുകയും അങ്ങനെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ വിപ്ലവപരമായ ഇത്തരത്തിലുള്ള ഒരുതരം എന്താ പറയുക പ്രവർത്തനങ്ങൾക്ക് വലിയ വേര് ഇനി ഒരിക്കലും ഇവിടെ സാധിക്കില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടിലുമാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളതെല്ലാം തന്നെ ഗൂഢാലോചനാപരമായ അധികാര കേന്ദ്രീകരണങ്ങളാണ്. അതൊരിക്കലും എന്താ പറയുക ജനാധിപത്യവൽക്കരണത്തിലേക്ക് നീങ്ങാറില്ല. അങ്ങനെ പ്രശ്നമുണ്ട്.